ഹരേ കൃഷ്ണ. നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഈ വർഷത്തെ വിഷുഫലത്തിലേക്ക് വരികയാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദിത്യൻ ഉച്ചനായിട്ട് വരുമ്പോഴാണ് വിഷു വരുന്നത്. ആദിത്യൻ ഉച്ചനാവുക എന്ന് പറഞ്ഞാൽ ആദിത്യനാണ് ജാതകാൽ നമുക്ക് അനുഭവ ഗുണം അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങളും നമ്മളെ ഉയർച്ചയും കൊണ്ടുതരേണ്ടത്. ആദിത്യനും വ്യാഴവുമാണ് നമ്മുടെ ജാതകത്തിലുള്ള അനുഭവങ്ങളെ, അതായത് ജാതകത്തിലുള്ള ഫലങ്ങളെ അനുഭവപ്പെടുത്തി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്കും പുഷ്ടിയിലേക്കും നയിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൽ തുലാക്കൂറിൻ്റെ വിഷുഫലം പറയുമ്പോൾ ഈ ആദിത്യൻ ഉച്ചനായിട്ട് വരുന്ന തുലാക്കൂറിൻ്റെ നേരെ 7-ലാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അനുഭവ ഗുണസ്ഥാനത്ത് നമ്മുടെ 7-ാം ഇടം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നമ്മുടെ മേലധികാരികൾ, അതുപോലെ തന്നെ ആത്മാർത്ഥമായി നമ്മളെ കൂടെ സഹകരിക്കുന്ന ബന്ധുക്കൾ. അതായത് ദീർഘകാലം ലോങ് ടൈം നമ്മളോടൊപ്പം സഹകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് പ്രോത്സാഹനം തരുകയും ചെയ്യേണ്ടവരാണ് 7-ാം ഇടം. അവിടെ ആദിത്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള അനുഭവ ഗുണങ്ങളും വരും. ഉച്ചനായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അനുഭവ ഗുണം തരും. നിങ്ങൾ ജീവിതത്തിൽ ഈ 7-ാം ഇടം കൊണ്ട്, അതായത് ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും വിജയങ്ങൾ വരും, പുതിയ സൗഹൃദങ്ങൾ വന്നെത്തും, അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാൻ, പരിചയപ്പെടാൻ ഇടവരും. അതുപോലെ തന്നെ വളരെ സർക്കാർപരമായിട്ട് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ തടസ്സമുണ്ടായിരുന്ന രേഖകളോ ഒക്കെ ശരിയായി കിട്ടും. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട നമ്മുടെ ചില ദീർഘകാലം മുടങ്ങിക്കിടന്ന ധനപരമായ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് കിട്ടും. നമ്മുടെ സർക്കാർ പദ്ധതികളുമായിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണം വരാനോ ഒക്കെയുള്ള സമയമായി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ, ഉയർച്ചയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കിട്ടുമെന്ന് പറയണം. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങളും അവരുടെ പുതിയ അതായത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ, അംഗീകാരം കിട്ടുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവർ തേടി വരും. അവർക്ക് ധാരാളം സപ്പോർട്ട് കിട്ടും. ഇനി ഇപ്പോൾ വ്യാഴം നമുക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ധനം, ഐശ്വര്യം ഇതെല്ലാം നമുക്ക് ഗുണകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ധനവും ഐശ്വര്യവും കർമ്മസ്ഥാനത്തേക്ക്, അതായത് ജൂൺ മുതൽ 10-ലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ധനവും കൂടുതൽ നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ധനാഗമന മാർഗങ്ങൾ നമ്മളിലേക്ക് തേടി വരും. ബിസിനസ്സിൽ പുതിയ ഡെവലപ്മെൻറ്റുകൾ വരും, ഫിനാൻസ് പാർട്ട്നേഴ്സ് തേടി വരും. അതുപോലെ തന്നെ ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. ഇനി ഇതിലുള്ള വേറൊരു ചെറിയ വിശേഷം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള ഈ നമ്മുടെ വിഷുഫലത്തിൻ്റെ ഇപ്പോൾ കിട്ടിയ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, 11-ൽ ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നു. അപ്പോൾ കേതു 11-ൽ വലിയ ദോഷം ചെയ്യത്തില്ല, എങ്കിലും നമുക്ക് വരേണ്ട ലാഭങ്ങളെ ഇത് പൂർണ്ണമായിട്ടും വിട്ടുതരാതിരിക്കും. അപ്പം നമുക്കിപ്പം 100 രൂപ വരേണ്ടിടത്ത് അത് 50 രൂപയായി ചുരുങ്ങാനോ, അല്ലെങ്കിൽ നമുക്ക് വരേണ്ട ലാഭങ്ങൾ വന്നിട്ട് കുറച്ച് മന്ദഗതിയിലാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗണപതി പ്രീതി, പ്രാർത്ഥന ഇതെല്ലാം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്താനങ്ങളെ കൊണ്ട് ഇപ്പോൾ ഗുണകരമായ അവസ്ഥയുമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് അത്ര നല്ലതുമല്ല. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാരക്ടർ വൈസൊക്കെ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കുകയും ഒന്ന് ഇമ്പ്രവൈസ് ചെയ്തെടുക്കുകയും വേണം. അതേസമയം അവരുടെ പഠനം, ജോലി, അവരുടെ ഉപരിപഠനം ഇതിലൊക്കെ ഗുണകരമായ അവസ്ഥ വരും. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം, അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന വിവാഹം നടക്കും. നമ്മുടെ സ്വപ്ന പദ്ധതികൾ, പിന്നെ ഇഷ്ടക്കാർ, പിണങ്ങിയിരുന്നവരൊക്കെ തമ്മിൽ അടുക്കും. അകന്നിരുന്ന ബന്ധുക്കൾ നമുക്ക് അനുകൂലമായിട്ട് വരും. ഇങ്ങനെ ജീവിതത്തിൽ
വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നൊരു കാലമാണ്. ധാരാളം പുതിയ സുഹൃത്തുക്കളും അനുയായികളും ഉണ്ടായി വരും. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർക്ക് ധാരാളം അനുയായികൾ പുതുതായിട്ടുണ്ടായി വരും. ചില മാറ്റങ്ങളുണ്ടാകും ജീവിതത്തിൽ. ഇതെല്ലാം ഗുണകരമായിട്ട് വരും. തീർച്ചയായിട്ടും ഈ വർഷവും നല്ലത് തന്നെയാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ നല്ല ശ്രദ്ധ വേണം. അല്ലാതെ പൊതുവിൽ ഈ ഒരു വർഷം വിഷുഫലം കൊണ്ടുള്ള ഒരു വർഷം വളരെ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം. കർമ്മ മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് ശ്രമിക്കാം. ജോലി മാറണമെന്നുള്ളവർക്ക് മാറാനുള്ള സമയം അനുകൂലമായി വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകാലം കൂടി അത് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി മാറിയാൽ അത് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും മൊത്തത്തിൽ വളരെ നല്ല നമുക്ക് ഗുണകരമായി ഉപയോഗിക്കാവുന്ന ഒരു നല്ല കാലമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭാവിയിൽ വരുന്ന അനിഷ്ടകാലങ്ങളിൽ നമുക്ക് നന്നായിരിക്കണമെങ്കിൽ നല്ല കാലത്ത്, പണ്ടുള്ളവർ പറയും സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്തെറുക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഗുണങ്ങളെ പ്രയോജനപ്പെടുത്തിയെടുക്കുക. തീർച്ചയായിട്ടും ജീവിതം ഈ വർഷം നല്ലതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളുടെ കൺസൾട്ടിങ്ങിനോ സംശയങ്ങൾക്കോ ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. കോള് ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ഫ്രീ ആവുന്നവരൊക്കെ മറുപടി തന്നോളും വാട്സാപ്പിൽ. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതേ വരൂ. സബ്സ്ക്രിപ്ഷൻ ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നന്ദിയും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരും. ഹരേ കൃഷ്ണ. ഓക്കെ.